ഇന്നൊരു ടോപ്പ് ഫോർവേഡ് കേക്ക് കണ്ടാലോ? ഈ കേക്ക്സ് ഒന്ന് ഫിനിഷ് ചെയ്ത് കിട്ടാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ് കേട്ടോ. സോ നമ്മൾ സാധാരണയായിട്ട് ബട്ടർ ക്രീമിലോ അല്ലെങ്കിൽ ഗനാഷ് ഫ്രോസ്റ്റിങ്ങിലൊക്കെയാണ് ഈ ഒരു കേക്ക് ചെയ്യാറുള്ളത്. ബട്ട് ദിസ് ടൈം നമ്മുടെ അടുത്ത് ക്ലയൻറ്റ് പറഞ്ഞ ഫ്ലേവർ അങ്ങനെ ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ വിപ്പ് ക്രീമിലായിരുന്നു ഈ ഒരു കേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ക്രം കോട്ട് ചെയ്തതിന് ശേഷം നല്ലപോലെ കേക്ക് ഒന്ന് ഫ്രീസ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷമായിരുന്നു ഫൈനൽ കോട്ടിങ് ചെയ്തത്. പിന്നെ നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഒരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റി കേക്ക് പതിയെ അങ്ങ് ടോപ്പ് ഫോർവേഡ് ചെയ്ത് വെക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫൈനൽ കോട്ടിങ്ങിൻ്റെ മുകളിലായിട്ട് വളരെ സിമ്പിളായി ഒരു പാലറ്റ് നൈഫ് ഡിസൈൻ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. വൈറ്റ് ആൻഡ് ഗോൾഡൻ തീമായിരുന്നു ഈ ഒരു കേക്കിന് ഉണ്ടായിരുന്നത് കേട്ടോ. ഒരു ബർത്ത്ഡേ ടോപ്പറും കുറച്ച് ഗോൾഡൻ ബോൾസ് ആൻഡ് എഡിബിൾ ഫോയിൽ ഒക്കെ വെച്ചായിരുന്നു നമ്മൾ ഈ കേക്ക് ഫിനിഷ് ചെയ്തത്. ഇതായിരുന്നു ഫൈനൽ ലുക്ക്. ലെറ്റ് മീ നോ ഹൗ യു ലൈക്ക് ഇറ്റ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.